സന്തോഷത്തിൻ്റെ വക നൽകുന്നതാണ്. കാരണം ഇന്ന് നമ്മുടെ സുരഭാഷ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ തെറ്റായ പ്രവണതകളിൽ പോകുന്ന അനേകം പേരുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ ക്രിസ്തീയ ഐക്യ കൂട്ടായ്മയ്ക്ക് ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്ക്, ചുറ്റുപാടും നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടയാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നെപ്പറ്റി പറഞ്ഞത്, ഞാൻ തീർച്ചയായും ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ആളാണ്. പല മേഖലകളിലും പലർക്കും വയ്യാതെ വരുമ്പോഴും അല്ലാത്തപ്പോഴും കൃത്യമായി എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടവരുന്നിട്ടുണ്ട്. തീർച്ചയായും അതെനിക്ക് വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊട്ടാരക്കര നഗരസഭയുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ എന്ന് കൃഷിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം തെങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ്. ദിനംതോറും ദിവസവും രാവിലെ പോയി അധ്വാനിച്ച് വൈകുന്നേരം കടന്നു വരുന്ന ആ പ്രിയപ്പെട്ടവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കൗൺസിലറായി, ഒരു ജനപ്രതിനിധിയായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും എനിക്ക് സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം എന്നെപ്പോലെ ഉള്ള ആളുകളുടെ ഇടയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ദൈവിക നിശ്ചയമായി ഞാൻ കരുതുകയാണ്. പിന്നെ നിങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്കറിയാം. പ്രവചന പുസ്തകങ്ങളിൽ ബൈബിളിൽ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തപ്പോൾ ദേശത്തിന് വിടുതലുണ്ടായ അനേക പ്രവർത്തനങ്ങൾ, അനേക സംഭവങ്ങൾ നിങ്ങൾ ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാരിൽ കൂടി കേൾക്കാനിടയായിട്ടുണ്ട്. മഴയെ പെയ്യുവാനും മഴയെ ഇല്ലാതാക്കുവാനും ആഹാരം കൊടുക്കുവാനും ആഹാരം ഇല്ലാതാക്കുവാനും അത്ഭുതങ്ങൾ നടക്കുവാനും ഒക്കെ ഇടയായ സംഗതി ദേശത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളും പ്രാർത്ഥനകളും ദൈവികദാസന്മാരുടെ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തീർച്ചയായും യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് പാപികളെ രക്ഷിക്കാൻ വേണ്ടി, രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി, ഇല്ലാത്ത അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒക്കെയാണ് കടന്നു വന്നത്. ആ രീതിയിൽ നമ്മുടെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട കർത്തവ്യം നമുക്കുണ്ട് എന്നുള്ളൊരു തർക്കമില്ല. ആ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ടവർ അനേകം കുഞ്ഞുങ്ങൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം നൽകുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞുങ്ങളെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. എന്താണ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം? അവര് വളരുന്ന ഒരു തലമുറയാണ്. അവരിൽ കൂടി മാത്രമേ ഒരു സമൂഹത്തിന് മാറ്റം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ ഉള്ളിൽ നിഷ്കളങ്കമാണ്. അവർക്ക് തെറ്റ് ചിന്തിക്കാനോ തെറ്റ് പ്രവർത്തിക്കാനോ കഴിയില്ല. മാതാപിതാക്കളായ നാം ചെയ്യുന്ന തെറ്റുകൾ അല്ലെ കുറ്റങ്ങൾ അല്ലെ കുറവുകളാണ് അവർ കണ്ട് ഈ സമൂഹത്തിൽ അവൾ വളർന്നു വന്നത്. തീർച്ചയായും നമ്മുടെ സമൂഹം അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പഠനോപകരണങ്ങൾ അവരുടെ ജീവിതത്തിലും ധന്യമായി തീരണം, അനുഗ്രഹകരമായി തീരണം. അവർ വിദ്യയുള്ളവരായി, വിദ്യാഭ്യാസം ചെയ്യുന്നവരായി, നല്ല അറിവ് നേടി നല്ല രീതിയിൽ അറിവ് ചീർക്കപ്പെടുവാനല്ല, അത് അനുഗ്രഹിക്കപ്പെട്ട അറിവായി തീരുവാൻ തുടങ്ങണം. നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന വിത്തുകളായി തീരുവാൻ, നല്ല ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായി തീരുവാൻ, ഒരു സമാധാനമായി തീരുവാൻ ഈ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ കൊണ്ട്, ഈ വിതരണങ്ങൾ കൊണ്ട്, മറ്റ് പ്രിയപ്പെട്ടവരുടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇടയായി തീരണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. തീർച്ചയായും അങ്ങനെ ഇടവരുന്നു എന്നുള്ളതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ആളുകളാണ്. എന്നെ ഇന്നേനെ കണ്ടുവന്ന് വിളിക്കുകയും ഇങ്ങനെ ഒരു പരിപാടിയിൽ കടന്നു വരണമെന്ന് പറയുകയും ചെയ്ത് ജോസഫിനും വിശ്വാസനും കടന്നു വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. പക്ഷേ 5 മണിക്ക് ഒരു പ്രോഗ്രാമിന് പോകേണ്ടതുകൊണ്ട് ഞാൻ ആ വഴി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് വീണ്ടും വിളി വന്നത്. ഞാൻ എപ്പോഴും വന്ന് പങ്കെടുത്തിട്ട് പോകാമെന്നുള്ള ഉദ്ദേശം. പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് തീർച്ചയായും എന്നെ പെട്ടെന്ന് വിടണം എന്നുകൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, യാതൊരു സംശയമില്ല. നമുക്ക് ഈ ഇവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൂടാമെങ്കിൽ പോലും, അതായത് പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ എങ്ങനെ സമ്പുഷ്ടമാക്കാം, എങ്ങനെ ഉത്തേജനത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അവിടെ പറഞ്ഞതുപോലെ നല്ലൊരു കൗൺസിലിംഗ്, ബോധവൽക്കരണ ഒരു ക്ലാസ്സും അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഉന്നത പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ച് അവരുടെയൊക്കെ നല്ല ഒരു സഹകരണം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഈ ഐക്യ
ക്രിസ്ത്യ കൂട്ടായ്മയുടെ മേഖലയിൽ കരുതാൻ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ട എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുവേണ്ട നിങ്ങൾ അതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഏതെങ്കിലും ഒരു ദിവസം തന്നാൽ ഒരു ദിവസം വൈകുന്നേരം നമുക്ക് ഏതെങ്കിലും മുകളിലോട്ട് മാറി ഏതെങ്കിലും ഒരു നല്ല മുറ്റമുള്ള ഒരു വീടിൻ്റെ ക്രമീകരിച്ചാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കങ്ങനെ ദേശത്ത് തെറ്റായ പ്രവണതകൾക്കെതിരെ ശബ്ദം ഉയർത്തുക, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കോണം, ദേശത്ത് എല്ലാവരും നല്ല പുഷ്ടിയുള്ളവരായി തീരുവാൻ തക്കണം ഇടവരേണ്ടതിനൊക്കെ പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്തുള്ള രോഗികളായിട്ട് കിടക്കുന്ന സഹോദരങ്ങൾ അനേകം പേരുണ്ട്. അവർക്കിടയ്ക്ക് വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികമായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കണം. ഈ തെറ്റായ മറ്റ് കാര്യങ്ങളിലൊക്കെ പോകാതെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷകരമായി തീർന്നുകൊണ്ട് നല്ലൊരു സാക്ഷ്യം പുലർത്തുന്ന പ്രദേശമായി തീരുവാൻ തക്ക ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല പ്രവൃത്തിയെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആശംസകൾ സംസാരിച്ച നമ്മുടെ കൗൺസിലർക്ക് ഐക്യ കൂട്ടായ്മയുടെ പേരിലുള്ളതായിരിക്കുന്ന നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമ്മൾ പ്രണവോപകരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഏരിയയിലുള്ള എല്ലാ വീടുകളും ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. അതിൽ ചില പോരായ്മകളൊക്കെ എങ്കിൽ നിങ്ങളെ സദരം ക്ഷമിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമുക്ക് ക്ഷമയോടുകൂടി ആയിരിക്കാം. ആദ്യമായി നമ്മുടെ മെമ്പറെ ഉദ്ഘാടനം ചെയ്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളുടെ പഠനോപകരണ വിതരണമാണ് നടത്തപ്പെടുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റാണ് ആദ്യമായി വിളിക്കുവാൻ താല്പര്യത്തിന്. വളരെ ശ്രദ്ധയോട് സൗണ്ട് ഉണ്ടാക്കാതെ വിസ്മൃതരായ എല്ലാവരും ഇരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പേരുകൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പേര് വിളിക്കുകയാണ്. അജിത്. കൈ അടിക്കണം എല്ലാവരും കേട്ടോ. ഹരിണി ജഗൻ. സീന ഷൈജു. संजीव प्रकाश. संजीव प्रकाश नो संजीव प्रकाश नो संजीव प्रकाश संजीव प्रकाश ओके. ഒരു വാക്കുകൂടി പറയാണ്, എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കണം, നല്ല കുട്ടികളാകണം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന പരാജയങ്ങൾ, അത് നമ്മുടെ പിതാക്കന്മാരും മാതാക്കളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ തിരുത്തി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നോക്കണം. നമ്മളെല്ലാം പ്രാപ്തരാകണം, നല്ല കുട്ടികളായിരിക്കണം, എല്ലാവരും ചിരിക്കുകയും കളിക്കുകയും നല്ല മിടുക്കരായിട്ടിരിക്കുകയും ചെയ്യണം. ഓക്കെ, ഫോട്ടോ ഫോട്ടോ ഞാൻ ഫോട്ടോ ഫോട്ടോ പോണ്ടായോ പറ, ഞാൻ പോട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വരാം. നിങ്ങളെയൊക്കെ കാണുമല്ലോ ഞാൻ എപ്പോഴും. ഓക്കെ, സന്തോഷം. നമ്മുടെ മീറ്റിംഗ് തീർന്നിട്ടില്ല. നമുക്ക് ഈ ആദ്യമേ നമ്മൾ 4 കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ കൊടുത്തത് മെമ്പർ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ആരും പോകരുത്. ഈ മീറ്റിംഗ് തീർന്നതിന് ശേഷമേ നിങ്ങൾ കടന്നു പോകാവൂ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. 1-2 കാര്യങ്ങളുടെ പറയാനുണ്ട്. നമ്മൾ ഈ ദേശത്ത് ഏകദേശം 1 വർഷത്തോളം കാലമാകുന്നു ഐക്യമായുള്ള ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇവിടെ സഭയോ സംഘടനയോ ഒന്നും
അല്ല പ്രാധാന്യം. നമ്മുടെ ദേശം വിടുവിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടണം, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയെ സ്നേഹിച്ച്, ഈ ദേശത്തെ സ്നേഹിച്ച് അനേക വ്യക്തികൾ, അനേക കുടുംബങ്ങൾ, അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വലിയ നല്ലൊരു കാര്യമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഏകദേശം 2 വർഷത്തോളം ആകുന്നു ഇപ്പോ ദേശത്തിന് വേണ്ടിയുള്ള ഐക്യമായുള്ള പ്രാർത്ഥന ആരംഭിച്ചിട്ട്. ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഇവിടെ വെച്ച് നടക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെല്ലിക്കുന്നം പ്രദേശത്ത് വെച്ച് നടക്കുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ മുട്ര പ്രദേശത്ത് വെച്ച് നടക്കുന്നു. ഇവിടെ എല്ലാം അതാത് ദേശങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ദേശങ്ങൾക്ക് വേണ്ടി അവിടെ ഇവിടാലിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത്. ഈ കാലയളവിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണാനില്ല. അവനവൻ്റെതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവനവൻ്റെതായിരിക്കുന്ന ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ അവനവൻ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ. എങ്കിൽ അതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനെന്നാ ചോദിച്ചാൽ, കുഴഞ്ഞതും ചേറ്റിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും കർത്താവ് വിളിച്ചു വേർതിരിച്ച് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാനാണ്, മറ്റുള്ളവരിലേക്ക് അത് കൈമാറാനാണ്. ആമേൻ. അതുകൊണ്ട് ഈ നാളുകളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന രൂപീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദി പറയുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ ആരംഭിച്ചു, തുടർന്നും മാൻമഞ്ഞോട് തുടങ്ങി. ഇപ്പൊ ഏകദേശം 1 വർഷക്കാലം കൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കിറ്റുകൾ സാധാരണക്കാർക്ക്, ദൈവദാസന്മാർക്ക് പകൽ മുഴുവനും ദേശങ്ങളിൽ നിന്ന് ദൈവവചനം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥത, ഭാരപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ അവരെയൊക്കെ പോയി കണ്ട് അവർക്കൊക്കെ നമ്മളിങ്ങനെ ചെറിയ കിറ്റുകൾ കൊടുക്കുവാനും ദൈവം നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായം ആദ്യമായിട്ടാണ് ഈ ഐക്യ കൂട്ടായ്മ ചെയ്യുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠന സാധനങ്ങൾ കൊടുക്കാൻ. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും അധികമായ നിലവാരങ്ങളിൽ കർത്താവ് ഈ പ്രാർത്ഥന മൂലം, ഈ കൂട്ടായ്മ മൂലം മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരേണ്ടതിന് കർത്താവ് ആ മേഖലയിലേക്ക് നമ്മളെ ഉയർത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഒത്തിരി ദൈവദാസന്മാർ സഭയോ സംഘടനയൊന്നും അവരുന്ന വകവെക്കാതെ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഐക്യമായി പ്രാർത്ഥിക്കണം എന്നുള്ളതായ വളരെ ആവേശത്തോടെ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് പലയിടങ്ങളിൽ, പല ദൂര സ്ഥലങ്ങളിൽ വരെ കടന്നു വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ അകത്തളങ്ങളിൽ കൊടുത്ത വലിയ കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥനകൾ എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ആദ്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വായിച്ചു പഠിക്കുമ്പോൾ തന്നെ, ആദ്യ കാലഘട്ടങ്ങളിലെ പുസ്തകം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം ദൈവം പറയും, നന്മ ചെയ്യുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുക, ഇങ്ങനെ തുടർമാനമായി പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം ദൈവം പറയുന്നു നന്മ ചെയ്യണം, ആമീൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും ആമീൻ, നന്മ ചെയ്യുക, നന്മ ചെയ്യുക ഇങ്ങനെ പറയുന്നു. പൗലോസിന്റെ കാലഘട്ടങ്ങൾ വരുമ്പോഴും പൗലോസും പറയുന്നു, ആമീൻ, നിങ്ങളുടെ നന്മ മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയും കൂടെ ചെയ്യണം, നിങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്കും കൂടെ നന്മ ചെയ്യണം. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്നത്, നിങ്ങളെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിനെ അറിയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, കർത്താവ് ഭൂമിയിൽ വന്നത് സകലതും വിട്ടിട്ട്, സകലതും മാറ്റിവെച്ചിട്ട്, ആമീൻ, നമ്മളെ പോലുള്ള സാധാരണക്കെട്ട, ആമീൻ, മഹാ അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ ശ്രേഷ്ഠന്മാരാക്കി മാറ്റാൻ വന്നെങ്കിൽ, നമ്മൾ ആ ശ്രേഷ്ഠ പദവിയിലേക്ക് നമ്മൾ ചെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് അത് കൈമാറുകയാണ് വേണ്ടത്. അപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, 2 നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ആമീൻ. 2 ഉള്ളവൻ 3 ഉണ്ടാക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്. 2 നിന്റെ കയ്യിലുണ്ടെങ്കിൽ
ഒന്ന് ഇല്ലാത്തവൻ നിന്റെ അരികിൽ നിൽക്കുകയായിരിക്കും, അവന് ഒന്ന് നീ കൈമാറുക എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ആ പഠനത്തെ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ മാർഗത്തെയാണ് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു മനുഷ്യൻ ആമീൻ ഹല്ലേലൂയ ആ സന്ദേശമാണ് ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും അതാണ് നമ്മൾ ദേശത്ത് മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടത്. ആമീൻ. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നത്. കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, നമ്മുടെ ഈ തലമുറകളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറണം. നമുക്കറിയാം എത്രയോ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ ആമീൻ മാതാപിതാക്കന്മാർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കന്മാരുടെ കൈവിട്ട് ദൂരത്തേക്ക് ഓടിപ്പോകുന്ന കുഞ്ഞുങ്ങൾ, അവര് പറഞ്ഞാൽ കേൾക്കാത്ത, അവരുടെ ഉദ്ദേശങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയല്ല നമ്മുടെ കുഞ്ഞുങ്ങളാകേണ്ടത്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ കരത്തെ പിടിക്കുന്ന, മാതാപിതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എത്രമാത്രം കരയുവാൻ കഴിയും അത്രത്തോളം നമ്മൾ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനാണ് ഇങ്ങനെയുള്ള ഐക്യമായുള്ള പ്രാർത്ഥന. ആ ഐക്യമായുള്ള പ്രാർത്ഥനയിൽ ഇവിടെ മറ്റുള്ളതായ വിഷയങ്ങളൊന്നുമല്ല പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇവിടെ കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളും ആ കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയും ആ കുടുംബങ്ങളുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടിയും ആ കുടുംബങ്ങളുടെ തലമുറയുടെ ബുദ്ധിക്ക് വേണ്ടിയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ ഉന്നത പദവികൾക്ക് വേണ്ടിയും ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്പോൾ നിങ്ങൾ കടന്നു വന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും. ഇവിടെ നിങ്ങളെ ഞങ്ങൾ ഒരു സഭയിലേക്ക് വിളിക്കുകയല്ല, ഒരു സഭയുണ്ടാക്കി ഇവിടെ കുറെ ആളുകളെ കൂട്ടി പണം സമ്പാദിക്കാനോ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നുമല്ല. ഇത് ദേശത്തിന് വേണ്ടി കർത്താവ് ചെയ്തതുപോലെ, കർത്താവ് എന്ത് ചെയ്തോ, കർത്താവിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തോ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ നാളുകളിൽ കടന്നു വരിക, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ, നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാം? ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി എന്നോട് മിണ്ടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി എന്നോട് മിണ്ടുന്നില്ലായിരിക്കും. ആമീൻ. അതുകൊണ്ട് ഞാൻ എന്തിന് പോകണം, ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം അവരോട് ചേർന്ന്? അങ്ങനെയുള്ള ചിന്താഗതി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് മാറ്റണം. അത് പൈശാചികമായ ചിന്താഗതിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ തിരിച്ചറിയണം. ആമീൻ. നമ്മൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്ന ആ പ്രതികരണം പോലെ നമ്മളോട് ചെയ്യും തിരിച്ചു പ്രതികരണം വരും. ആമീൻ. നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും നമ്മൾ ചെയ്യാൻ ആഗ്രഹപ്പെട്ടാൽ, താല്പര്യപ്പെട്ടാൽ അവരും തിരിച്ചു ചെയ്യും. അതുകൊണ്ട് നമ്മളോടും താല്പര്യത്തോടെ നിൽക്കാനിടയായത്. അതിന് ഈ പ്രാർത്ഥനയിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, മറ്റുള്ള ചിന്താഗതികളൊന്നും നമ്മുടെ ഹൃദയത്തിൽ വേണ്ട. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നാളത്തെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. ദേശത്ത് നമ്മുടെ തലമുറകൾ നിന്ദിക്കപ്പെടരുത്, പരിഹസിക്കപ്പെടരുത്. ആമീൻ. നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. മാതാപിതാക്കൾ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കേട്ടതാണ്, ഒരു കുഞ്ഞിനെ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മാതാവ് ആറ്റിലേക്ക് എടുത്ത് എറിഞ്ഞു കളയുന്നതായ ഒരു വാർത്ത. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ ആ കുടുംബങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ, സമാധാനമില്ലാതെ ഒരു കുടുംബത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനമില്ലാതായാൽ അവൻ എന്തും ചെയ്യാനിടയായിത്തീരും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാം സഹകരിക്കുക. നിങ്ങളെല്ലാം അതിന് ആത്മാർത്ഥമായി ഞങ്ങളോട് ചേർന്ന് നിന്നാൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നമ്മളിവിടെ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തടങ്ങളിൽ നമുക്ക് വേണ്ടി ഒത്തിരി ദൈവമക്കൾ സ്പോൺസർ ചെയ്തവരുണ്ട്. കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് ഈ കാര്യങ്ങൾ ചെറുതും വലുതുമായിരിക്കുന്ന സംഭാവനകൾ തന്ന ഈ കാര്യങ്ങൾക്ക് കൈത്താങ്ങൾ തരുവാനിടയായി തീർന്നു. അതിന് ആദ്യമായി നമുക്ക് 1-2 പേര് അവരുടെ തന്നവരുടെ പേരുകളൊന്ന് വായിച്ചു എന്ന് സ്തോത്രം പറയാം. ജോയ് കടലാവിള അധികമായി ഈ പ്രാർത്ഥനയോട് വളരെ ആത്മാർത്ഥ കാണിക്കുന്ന ഒരു മനുഷ്യനാണ്.
താൻ മിക്കപ്പോഴും കിറ്റുകളൊക്കെ സ്പോൺസർ ചെയ്ത് മറ്റുള്ളവർക്ക് കൈമാറാൻ തരുന്ന ഒരു നല്ല ദൈവഭക്തനും നല്ലൊരു മനുഷ്യനുമാണ്. ആ മനുഷ്യനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ആരോഗ്യത്തെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ ധാരാളമായി ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ ബിജു ഡേവിഡ് ഡൽഹി നമ്മുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിന് ഒരു സംഭാവന താൻ തരുവാനിടയായി തീർന്നു. തന്നെ ഓർത്ത്, തന്റെ പ്രവർത്തനത്തെ ഓർത്ത്, തന്റെ പ്രസ്ഥാനത്തെ ഓർത്ത്, തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് ഇന്നൊരു പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് തന്നെ വിജയൻ അങ്കിൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വന്നുകൊണ്ടിരുന്നയാണ്. മുട്ര ഇപ്പോൾ ബോംബെയിലായിരിക്കുന്നു, ഒരു കുടുംബമായി. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അങ്കിളും ആന്റിയും ഇതിന് ഒരു സംഭാവന തരാനിടയായി തീർന്നു. അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നു, തലമുറകളൊന്നുമില്ല. അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗം അവരെ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. സുരാജിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അമ്പലപ്പുറം തന്നോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ആ കാര്യങ്ങളിൽ ഒരു സംഭാവന നൽകുവാനിടയായി തീർന്നു. തന്നെ, തന്റെ കുടുംബത്തെയും തന്റെ തലമുറകളെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിന് ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവ് സൂക്ഷിക്കേണ്ടതിന് ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഷീജയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യങ്ങളിൽ മേൽ അത് ഏറ്റെടുത്ത് ആ കാര്യങ്ങൾക്ക് ഒരു സംഭാവന തരുവാനിടയായി തീർന്നു. ആ കുടുംബത്തെ വഹിച്ച് ദൈവം ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന്, തലമുറകളെ മാനിക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുഞ്ഞോൻ പാസ് അമ്പലപ്പുറം, ആ ദൈവദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ പുള്ളിയെ ഞാൻ കണ്ടു സംസാരിച്ചു. ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഇത് നല്ല കാര്യമാണ്, ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ദൈവദാസനെ അത് ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുകയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ് ഇതിനെ ഒരു സംഭാവന തരുവാനിടയായി തീർന്നു. ആ ദൈവദാസനെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഷാജി കുന്നപ്പുറം കൊട്ടാരക്കര, പുള്ളിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ചെറിയ ഒരു സംഭാവന ഇതിനകത്തടങ്ങളിൽ താൻ തരുവാനിടയായി തീർന്നു. തന്നെ, തന്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് തന്റെ മാതാവ് സുഖമല്ലായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. നമ്മുടെ സുലഭ സിസ്റ്റർ ഇതിനകത്ത് ചെറിയൊരു സംഭാവന തരുവാനിടയായി തീർന്നു. ആ പ്രിയ സുലഭ സിസ്റ്ററെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അലക്സ് കോരുതുള്ള അച്ഛനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തെ അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നു. അവരെയും തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇതൊക്കെ ഇവര് നമ്മുടെ മീറ്റിംഗിൽ വന്നിട്ടൊന്നുമില്ല, നമ്മുടെ മീറ്റിംഗ് അവർ കണ്ടിട്ടില്ല. എങ്കിലും അവർ ചെയ്തത് ദൈവത്തിന്റെ നാമത്തിലാണ്. അവർ ചെയ്തത്, അവർ ദൈവവചനം പഠിച്ചതിന്റെ ആഴത്തിലാണ്. അവർ ദൈവനാമത്തിന് കൊടുക്കുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുക എന്ന് അവർ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതിന്റെ ആഴത്തിലാണ് അവർ ചെയ്തത്. അവരെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവരെല്ലാം കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തുടർന്ന് ആമേൻ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അടുത്തതായി ഞാൻ എൻ്റെ മൈക്ക് അധ്യക്ഷനായി ഇവിടെ എൻ്റെ അരികിലുള്ള ദൈവദാസന്റെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷ നിലയ്ക്ക് അധ്യക്ഷ പ്രസംഗത്തിനോ മറ്റും ഞാൻ മുതിരുന്നില്ല. സമയം നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ച് കടന്നു പോകുവാനാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ നിശബ്ദതയോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. തുടർന്ന് നമ്മൾ സമ്മാനദാനങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. തുടർന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 കുട്ടികളുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. അവർക്ക് പഠനോപകരണം കൊടുക്കേണ്ടതിനായിട്ട്
നമ്മുടെ ഷീജ സിസ്റ്റർ നെല്ലിക്കുന്നത്തെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഷീജ സിസ്റ്റർ നെല്ലിക്കുന്ന സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന റോഷൻ, രണ്ടാമതായി അക്സ സജി. മുന്നോട്ട് പോകും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന റോഷൻ. അക്സ സജി വന്നിട്ടുണ്ടോ? അക്സ സജി ഇല്ല, 9 വരെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നൽകുന്നത്. അത് നൽകുന്നത് നമ്മുടെ ബഹുമാനായിരിക്കുന്ന ജോസ് ഭാഷ വൈഫായിരിക്കുന്ന മിനി ജോസ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നത് മിനി ജോസ്. ആരോൺ ടൈറ്റസ്, ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. ആരോൺ ടൈറ്റസ്. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അടുത്ത സമ്മാനദാനം നൽകുന്നത്. അത് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസ നമ്മുടെ ജോസ് ഭാഷ നെല്ലിക്കുന്നതാണ് കൊടുക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് ജോസ്. അലീന, ജൂബൽ ബെന്നി, ഏബൽ ബാബു. അലീന, ജൂബൽ ബെന്നി, ജൂബൽ ബെന്നി. ആരാണ് ജൂബൽ ബെന്നി? ജൂബൽ ബെന്നി, ജൂബൽ ബെന്നി, ജൂബൽ ബെന്നി. ഏബൽ ബാബു, ഏബൽ ബാബു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അടുത്ത സമ്മാനദാനം ചെയ്യുന്നത്. പാസ്റ്റർ ടൈറ്റസ് അവരുകളെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. പാസ്റ്റർ ടൈറ്റസ്. ഹന്ന ബാബു, ഹന്ന ബാബു. രണ്ടാമതായി ഹന്ന വന്നിട്ടുണ്ടോ? പിന്നെ ഒരു ഹന്ന കൂടെ ഉണ്ട്. ഹന്ന എന്റെ പേര്. ഹന്ന. അടുത്ത 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനായിട്ട് പാസ്റ്റർ സിംസോൺ അവരുകളെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. പാസ്റ്റർ സിംസോൺ. ജനീറ്റ ജോബി, കെസിയ സാംസൺ. ജനീറ്റ ജോബി, ജനീറ്റ ജോബി, കെസിയ സാംസൺ. കെസിയ സാംസൺ. ജനീറ്റ ജോബി വന്നിട്ടുണ്ടോ? ജനീറ്റ ജോബി ഉണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? ജനീറ്റ ജോബി, ജനീറ്റ ജോബി ഉണ്ടോ? അവർ വീട്ടിൽ ആരുമില്ല. അത് ജനീറ്റ ജോബി എഴുതി വെക്കണേ സിസ്റ്റർ. ജനീറ്റ ജോബി, ജനീറ്റ ജോബി, കെസിയ സാംസൺ. ഓക്കെ, താങ്ക് യു. ഉണ്ട്. അടുത്ത 2 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് പാസ്റ്റർ പ്രിൻസ് അവരെ ക്ഷണിക്കുക. പാസ്റ്റർ പ്രിൻസ് അവർ. നയമ മനു, മിയ ശിബ. നയമ മനു, മിയ ശിബ.
മിയാസിബ. അടുത്തത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സമ്മാനദാനം ചെയ്യുന്നത്. അതിനായി ബ്രദർ മത്തായി അവരുടെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ബ്രദർ മത്തായി, അമൽ വിജയൻ, എൽവിൻ രഞ്ജിത്ത്. അമൽ വിജയൻ, അത് അമൽ വിജയൻ അല്ല, അമൽ വിജയൻ, അമൽ വിജയൻ, എൽവിൻ രഞ്ജിത്ത്, അത് എൽവിൻ രഞ്ജിത്ത്. അടുത്ത ഓക്കെ, താങ്ക് യു. അടുത്ത സമ്മാനദാനം ചെയ്യുന്നതിനായിട്ട് ബ്രദർ ജോൺ വിളയിൽ വീട്, ബ്രദർ ജോൺ വിളയിൽ വീട് മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. വിളയിൽ അഗ്നസ് പ്രിൻസ്, അഗ്നസ് പ്രിൻസ്, അഗ്നസ് പ്രിൻസ്. കാർത്തിക ഗിരീഷ്, കാർത്തിക ഗിരീഷ്, കാർത്തിക ഗിരീഷ് ഉണ്ടാ, കാർത്തിക ഗിരീഷ്. കാർത്തിക ഗിരീഷ്. അടുത്ത സമ്മാനദാനം ചെയ്യുന്നതിനായി ബ്രദർ ലേവി അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു ബ്രദർ ലേവി. ശിവനന്ദ സുബിൻ, ശിവനന്ദ സുബിൻ, ആദി കുമാർ. നിനക്കല്ലേ ശിവനന്ദക്ക, ശിവനന്ദ സുബിൻ. കൈയടിക്കണ്ടേ നിങ്ങൾ? ആദി കുമാർ, ആദി കുമാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത UKG പഠിക്കുന്ന കുട്ടികൾക്കാണ് സമ്മാനദാനം ചെയ്യുന്നത്. അതിനായിട്ട് ബ്രദർ വിശ്വനാഥൻ നെല്ലിക്കുന്നവരെ ക്ഷണിക്കുകയാണ്. അബിയ ജോസ്, അബിയ ജോസ്, അബിയ ജോസ്, അബിയ ജോസ്, അബിയ ജോസ്, അബിയ ജോസ് വന്നിട്ടുണ്ടോ? അബിയ ജോസ് ആദം ജോൺ, ആദം ജോൺ. ആദം ജോൺ. അടുത്ത സമ്മാനദാനം നൽകേണ്ടതിനായിട്ട് സിസ്റ്റർ ഗ്രേസിക്കുട്ടി സുരേന്ദ്രനെ ക്ഷണിച്ചു. ജെയ്സ് ജോയ്, ജെയ്സ് ജോയ്, ജെയ്സ് ഉണ്ടോ? ജെയ്സ്, ജെയ്സ്, ജെയ്സ് ഉണ്ടോ? ജെയ്സ് ജോയ് ഇല്ല. ഗസിയ അലക്സ്, ഗസിയ അലക്സ്. ആരാ? ഗസിയ അലക്സ്. ഗസിയ അലക്സ്. അടുത്ത സമ്മാനം നൽകുന്നതിനായിട്ട് സുരേഖ സിസ്റ്റർ, സുരേഖ സിസ്റ്റർ. സുരേഖ സിസ്റ്റർ. ജാൻബി ബിജു, ജാൻബി ബിജു, ജാൻബി ബിജു. ആഹാൻ എസ്, ആഹാൻ, ആഹാൻ.
ശ്രേയസ് സാലു. ശ്രേയസ് സാലു. ശ്രേയസ് ശ്രേയസ് സാലു. ശ്രേയസ് സാലു ആരാണ്? ഉണ്ടോ? ശ്രേയസ് സാലു വന്നില്ല. ഓക്കെ, താങ്ക് യു ശശി, താങ്ക് യു. അടുത്ത LKG പഠിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനദാനം കണ്ടതിനായിട്ട് സിസ്റ്റർ തങ്കമ്മ നെല്ലിക്കുന്ന അവരെ ക്ഷണിക്കുകയാണ്. സിസ്റ്റർ തങ്കമ്മ നെല്ലിക്കുന്ന സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. കൈയടിക്കണ്ടേ? കൈയടിക്കണ്ടേ? ഒന്നാമത്തെ കുട്ടിയെ വിളിക്കുന്നു അരവിന്ദ് എ വിനോദ്. അരവിന്ദ് എ വിനോദ്, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. കൈയടിക്ക. അഭിനന്ദ് എ വിനോദ്. അഭിനന്ദ് എ വിനോദ്. അഗസ്റ്റിൻ പ്രിൻസ്. അഗസ്റ്റിൻ പ്രിൻസ്. അഗസ്റ്റിൻ പ്രിൻസ് ഉണ്ടാവും. അഗസ്റ്റിൻ പ്രിൻസ്. അഗസ്റ്റിൻ പ്രിൻസ് ഇങ്ങോട്ടെ. അഗസ്റ്റിൻ പ്രിൻസ്. അടുത്തതായി നമ്മുടെ അവസാനമായി സമ്മാനം വാങ്ങുന്ന കുട്ടിയാണ് നിതിമ മനു. നിതിമ മനു, കൈയടിച്ച്. അവസാനം ലാസ്റ്റ് നിതിമ മനു. നിതിമ മനു. നിതിമ മനു. നമ്മുടെ സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നമ്മളല്ലാതെ 12 പ്രോത്സാഹന സമ്മാനം ഉണ്ട്. അത് കൊടുക്കാനായി അതിനായി ദൈവദാസനെ ക്ഷണിക്കും. ഒരു വീട്ടിൽ 2 പേരുള്ളവർക്ക് ഒരാളിനെ കൊടുത്തിട്ടുണ്ട്. സനിൽ ഇവിടെ ഉണ്ടെങ്കിൽ കടന്നു വരാനാണ്. സനിൽ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ ബുക്ക് കൊടുക്കും. കൊടുത്തു. ഓക്കെ, സനിലാണ് ഇതിനെല്ലാം ലിസ്റ്റെല്ലാം തയ്യാറാക്കിയത്, എഴുതിയതും എല്ലാം ക്രമീകരിച്ചത് സനിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. തുടർന്നുള്ള കാര്യങ്ങൾ ജോസ് പാഷ സംസാരിക്കും. അടുത്ത് നമ്മൾ പ്രോത്സാഹനമായിട്ട് 2 സമ്മാനം കൊടുക്കും. രണ്ടുപേർ വന്നിട്ടില്ല, നമ്മുടെ പ്രായമുള്ള 2 പേര് വന്നിട്ടില്ല. അവരുടെ സമ്മാനം നമുക്കിവിടെ വെച്ചേക്കാം. 2 കുഞ്ഞുങ്ങൾ നമ്മുടെ മന്ദിരമുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ സമ്മാനം കൊടുക്കാനായി സുരേന്ദ്ര മാഷിനെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോ ഒന്ന് കൈയടിച്ചേ. ജിഷ്ണു, നമ്മുടെ ഇനി ആരെങ്കിലും പേര് എഴുതിയിട്ടുള്ളവര് വന്നിട്ടുള്ളവർ കിട്ടാതെ ഉള്ളവരെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ബാഗ് ഇരിക്കുന്ന മറ്റൊരു പേര് പേര് നമ്മളിവിടെ തന്നിട്ടുള്ളവരുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പറയുക, ഇവിടെ ഇരിപ്പുണ്ട്. അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ. 2 അപ്പച്ചന്മാർ നമുക്കുണ്ട്. അവർക്ക് പ്രോത്സാഹനമായിട്ട് സമ്മാനം ഉണ്ടായിരുന്നു, അവർ വന്നില്ല. അത് നമ്മളിവിടെ വെച്ചേക്കും. അടുത്ത ആഴ്ചയുടെ മീറ്റിംഗ് നമ്മളത് കൊടുക്കും. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായോ?
എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് അല്പസമയം നമ്മൾ ഈ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമായ നിലവാരത്തിൽ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ദൈവദാസൻ നമ്മൾ പങ്കുവെച്ചു. കർത്താവിന്റെ ധന്യവേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വെച്ച് നടത്തി വരുന്ന ഈ ഐക്യകൂട്ടായ്മയിൽ ഇങ്ങനെയുള്ളൊരു നല്ല സംരംഭം ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്റർ തൻ്റെ കുടുംബത്തിനും തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ചിന്ത അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിള്ളേർ ഇവിടെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ കേട്ടോ, പിന്നെ വീട്ടിൽ ഞാൻ നോക്കാം, നിങ്ങൾക്കുള്ളത് കേട്ടോ, വീട്ടിൽ ചെന്നിട്ടെല്ലാം നോക്കിയാൽ. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു നല്ലൊരു ആശയം അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. അതിവിടെ ഇന്ന് പകൽക്കാലം അത് സാക്ഷാത്കരിക്കപ്പെടുവാനിടയായി. ദൈവം ധാരാളമായി അവരുടെ ചിന്തകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുകയും ദൈവം അതിനെ ഉയർത്തുകയും ഒക്കെ ചെയ്യട്ടെ എന്നുള്ള നല്ല ആശംസകൾ നേരുകയാണ്. അനേക ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങളും സംഘടനകളും ചർച്ചുകാര്, ക്ലബ്ബുകാർ എന്ന് വേണ്ട ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികൾ ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനും ദേശത്തിന്റെ അധപതനത്തിൽ കിടക്കുന്നവരെ ഉദ്ധാരണം ചെയ്തു കൊണ്ടുവരുന്നതിനും മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യാദികൾക്കകത്ത് പെട്ടുകിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് നേടുവാനും നല്ല കുടുംബജീവിതമൊക്കെ അവർക്ക് ദൈവം തമ്പുരാൻ നൽകി കൊടുക്കണമെന്നൊക്കെയുള്ള നല്ല ആഗ്രഹത്തോടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേശത്ത് കർത്താവദാസനാൽ ആരംഭിച്ച ഈ ഐക്യ കൂട്ടായ്മ ഇങ്ങനെയൊക്കെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളും അധപ്പതനത്തിലായിരിക്കുന്നവരെ ഉദാഹരണം ചെയ്യുന്നതിന് തന്നാൽ കഴിയുന്ന സാമ്പത്തിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പഠനോപകരണ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അധികമായി തന്നെയും തന്റെ കുടുംബത്തെയും കൂടെ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെയും അവരുടെ കുടുംബത്തെയൊക്കെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ തിരുവിടത്തിൽ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ നടുവിലായിരിക്കുന്ന ജനം മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കുവാൻ അവർ പ്രിയപ്പെടുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് താല്പര്യം ഉണ്ടായിട്ടും പലരും ചെയ്യുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ, എന്നാൽ താല്പര്യമുണ്ട് കൊടുക്കണമെന്ന് അവർ ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യണമെന്ന് അത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള ക്രമീകരണങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള മേഖലകൾ നമുക്ക് ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒത്തിരി സാമ്പത്തികമായിട്ട് കയ്യിൽ ഉള്ളത് കൊണ്ടല്ല, പലരോടും ഈ ആവശ്യം അറിയിച്ചതിന്റെ അനന്തരഫലമായി അവരുടെയൊക്കെ സഹായ ഹസ്തങ്ങൾ നീട്ടിയത് കൊണ്ടാണ് ഈ ഐക്യക്കൂട്ടായ്മ എന്ന മകൾ പ്രസ്ഥാനത്തിൽ കൂടെ ഈ നല്ല കാര്യം ഇവിടെ ചെയ്യുവാനിടയായത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് ഉയർന്നു വളർന്ന് മാതാപിതാക്കൾക്ക് അവർ നല്ലവരായി തീരണം എന്നൊക്കെയുള്ളതാണ് ഇതിനകത്തോട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 3-ാമത് ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒരു സന്തോഷം എനിക്ക് വേറെയില്ല. അപ്പൊ ഏതൊരു മാതാപിതാക്കളുടെയും മനസ്സിലെ ചിന്തയാണ്, ആഗ്രഹമാണ് അവരുടെ മക്കൾ
സന്തോഷത്തോടെ ആയിരിക്കണം. അവർ നല്ലവരായി വളർന്നു വരണം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. അവര് മാന്യമായ വിദ്യാഭ്യാസമൊക്കെ നേടി അവരായിരിക്കണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഏതൊക്കെയോ സാഹചര്യങ്ങൾ തലമുറകളെ വല്ലാതെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക, മാതൃകാപരമായ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തപരമായ കാര്യം. ഒരു കഥ ഞാൻ ഇങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കാനിടയായത്. കുഞ്ഞുങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, പിന്നെ കളിക്കാനുള്ള സ്ഥലമല്ല. അപ്പോ ഒരു കഥയാണ്. കഥയിൽ ഇങ്ങനെയാണ് വായിച്ചത്, ഒരു ഷോർട്ട് സ്റ്റോറി. ഒരു വാത്സല്യ പിതാവ് തന്റെ മകനോട് പറഞ്ഞു, മോനെ, നീ ജീവിച്ച് മുൻപോട്ട് വരുമ്പോൾ അപ്പന്റെ പാത പിൻപറ്റി നീ ജീവിക്കണമെന്ന്. ആ ചെറിയ പൈതൽ വിചാരിച്ചു അപ്പന്റെ പാത പിൻപറ്റി ജീവിക്കണം എന്ന് വാത്സല്യ പിതാവ് പറഞ്ഞത്. അദ്ദേഹം നടന്നു പോകുന്ന കാൽപ്പാടുകൾ കണ്ടിട്ട് ആ കാൽപ്പാടിൽ കാലുവെച്ച് അപ്പന്റെ പാത പിൻപറ്റണമെന്നുള്ള തെറ്റായ ചിന്തയിൽ കൂടെ ആ കുഞ്ഞ് ഹൃദയം അപ്പൻ നടന്നു പോകുന്ന കാൽച്ചുവട് കണ്ടിട്ട് ആ ഓരോ കാൽച്ചുവടിന്റെ അടയാളത്തിന്റെ പുറത്ത് ഈ കുഞ്ഞു കാലെടുത്ത് വെച്ച് ഈ മകൻ നടന്ന് മുൻപോട്ട് പോകുകയാണ്. ആ പിതാവ് പറഞ്ഞു കൊടുത്തു, പോലെ നീ അപ്പന്റെ പാത പിൻപറ്റണം, അപ്പന്റെ പാത പിൻപറ്റണം എന്നുള്ള അപ്പന്റെ വാത്സല്യത്തോടെയുള്ള വാക്കുകൾ വളരെ അനുസരണ മനോഭാവത്തോടെ ഈ കുഞ്ഞു അത് അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പന്റെ പാതയിൽ കൂടെ നടന്ന് ഈ കുഞ്ഞ് ചെന്നെത്തി നിൽക്കുന്നത് ഒരു മദ്യഷാപ്പിനകത്താണ്. അവിടെ ചെല്ലുമ്പോൾ അപ്പൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൊച്ചു ഈ മദ്യഷാപ്പിനകത്ത് നിൽക്കുന്നത് കാണുന്നത്. അപ്പൻ തിരിഞ്ഞെടുത്ത്, മോനെ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിന്നെ ആരാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്? ഈ ചെറുപ്രായത്തിൽ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ഇതിന്റെ പിന്നിൽ കാരണമെന്താ കുഞ്ഞെ എന്ന് ജിജ്ഞാസയോടെ വാത്സല്യ പിതാവ് ചോദിക്കുകയാണ്. വല്ലാതെ ഭയപ്പെട്ടു പോയി. ലോകത്തെ കുറിച്ച് തിരിച്ചറിവില്ല, അറിവില്ല, ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല, ഒന്നുമില്ല. പക്ഷേ ആ കൊച്ച്, ആ ചെറു പൈതൽ, അവൻ ഇപ്പോൾ വന്ന് എത്തിപ്പെട്ടു നിൽക്കുന്നത് ഒരു മദ്യശാലയ്ക്കകത്താണ്. ആ പിതാവ് വളരെ വേദനയോടും അവനോട് കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞപ്പോൾ വാത്സല്യ പിതാവ് പറഞ്ഞു, ഞാനിവിടെ വരും. ആ കുഞ്ഞു പറഞ്ഞു, ഞാനിവിടെ വരുവാൻ കാരണം പിതാവേ അങ്ങാണ്. അങ്ങനോട് വാത്സല്യത്തോട് പറഞ്ഞില്ലേ എന്റെ പാത പിൻപറ്റി വരണമെന്ന്? അങ്ങയുടെ കാഴ്ചപ്പാടുകൾ ഞാൻ പിൻപറ്റി വരുമ്പോൾ ഞാൻ ഇവിടെയാണ് എത്തിപ്പെട്ടത്. അങ്ങയുടെ പാത പിൻപറ്റിയത് കൊണ്ട് ഞാൻ ഇവിടെയാണ് എത്തിപ്പെടുവാൻ ഇടയായത്. അങ്ങ് കാണിച്ചതെന്ന മാതൃകയാണ് എന്നെ ഇവിടത്തോളം എത്തിച്ചത്. ആ വാത്സല്യ പിതാവ് തലയിൽ കൈവച്ചിട്ട് അയ്യോ എന്ന് വിളിച്ച് അവിടെ താരി കുഞ്ഞിന്റെ മുൻപിൽ തന്നെ താഴ്ത്തി വണങ്ങിക്കൊണ്ട്, മോനെ, തെറ്റുപറ്റിപ്പോയടാ എന്ന് പറഞ്ഞ് വാരിക്കോരിയെടുത്ത് സ്നേഹചുംബനം നടത്തി ഈ അപ്പനവിടെ നിലമുറയിട്ട് കരഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെ വാത്സല്യ അമ്മ ചോദിക്കുന്ന എന്താ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവിടെ വെച്ച് കുടുംബത്തെയും മക്കളെയും ഒക്കെ വിളിച്ച് ഈ വാത്സല്യ പിതാവ് ഇവിടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞാൻ എന്റെ വഴിയിൽ കൂടെ നടന്നു പോകുന്നത് കൊണ്ട് എന്റെ പിന്നിൽ വരുന്ന എന്റെ തലമുറകൾ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ ദേശത്തുള്ള തലമുറകൾ, ഒരു തലമുറയും ഇങ്ങനെയുള്ള തെറ്റായ ജീവിത രീതിയിലേക്ക് പോകാൻ ഇടവരരുത് എന്ന് ഞാൻ ഒരു ദൃഢനിശ്ചയമെടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പിതാവ് അവിടെ വെച്ചൊരു തീരുമാനമെടുത്ത് തന്റെ മദ്യപാനാസക്തിയെ താൻ എന്നേക്കുമായി വിട ചൊല്ലി മാറി. താൻ ഒരു തികഞ്ഞ ഭക്തനായി തീർന്നു, ഒരു തികഞ്ഞ ദൈവിക മനുഷ്യനായി തീർന്ന് അദ്ദേഹം സമൂഹത്തോട് നല്ല വാർത്തകൾ അറിയിക്കുകയും അനേക മാതാപിതാക്കൾക്ക് നല്ല കൗൺസിൽ കൊടുത്തുകൊണ്ട് തലമുറയെ തെറ്റായ രീതിയിൽ പറഞ്ഞു വിടുന്ന, നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ ചെയ്തി കണ്ടിട്ട് അവർ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും കാണുന്ന കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് അവരത് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള ജീവിതം നയിച്ചു കാണിക്കണം. സമൂഹത്തിൽ മാതൃകയുള്ള ജീവിതം നയിച്ചു കാണിക്കണം.
ഇത് നടന്നൊരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊന്നും ആരും കാണത്തില്ല, ഒരു സൈഡിൽ മാറി നിന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തി നടന്നു ചെന്നിട്ട് ഇത് കണ്ടു. നീ എന്തായി കാണിക്കുന്നത്? നിന്റെ ചെറുപ്രായത്തിൽ കാണിക്കുന്നത് ശരിയാണോ? ഈ തെറ്റല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ഓടിച്ചെന്ന് ആ സിഗരറ്റ് വാങ്ങിച്ച് തറയിലിട്ട് അത് ചവിട്ടി അരച്ച് തന്റെ കയ്യിൽ എടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി. പിറ്റേ ദിവസം ഇതേ ചെറുപ്പക്കാരൻ കവലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങിച്ച് താഴെയിട്ട് ചവിട്ടി ഞെരിച്ചമർത്തി കളഞ്ഞ അതേ മനുഷ്യൻ അവിടെ നിന്ന് പരസ്യമായി സിഗരറ്റുമായി വലിക്കുകയാണ്. ഇദ്ദേഹം ഈ ചെറുപ്പക്കാരൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ എന്നെ ശാസിച്ച വ്യക്തിയാ, ഞാൻ ആരെ കാണാതെ മാറി നിന്ന് വലിച്ചതാ. പക്ഷെ നിങ്ങൾ പരസ്യമായി വലിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയല്ലേ? ഇന്നലെ എന്നെ ശാസിച്ചു, എന്നെ ശിക്ഷിച്ചു, ഇന്ന് നിങ്ങൾ പരസ്യമായിട്ട് ഇത് കാണിക്കുന്നത് ശരിയാണോ എന്ന് അവിടെ വെച്ച് തിരിച്ച് ചോദിക്കുവാനിടയായി തീർന്നു. നോക്കിക്കേ, നമ്മൾ മാതൃകാപരമായ ജീവിതം, അത് ആത്മിക ജീവിതമായിക്കൊള്ളട്ടെ, ഭൗതിക ജീവിതമായിക്കൊള്ളട്ടെ, ശാരീരിക മാനസിക ജീവിതമായിക്കൊള്ളട്ടെ, ഏതൊരു തുറയിലും മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് മക്കൾ പിൻപറ്റുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം, അത് മനസ്സിലാക്കണം. നാളെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയിട്ട് അവരെ ശാസിച്ചിട്ടോ അവരെ അടിച്ചിട്ടോ അവരെ ഉപദ്രവിച്ചിട്ടോ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ മാതൃകാപരമായ ജീവിതം അവരുടെ മുമ്പിൽ നയിച്ചു കാണിച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ മുമ്പിലും മാതൃകാപരമായി ജീവിക്കുവാനിടയായി തീരും. ഞാൻ ഒത്തിരി വാക്കുകൾ പറയുന്നില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഒരു ലോകത്തായിരിക്കുന്നത്. മാതാപിതാക്കൾ മാത്രമേ ഇത് കേൾക്കുവാൻ കഴിയത്തുള്ളൂ, അവരുടെ പേരുടെ ലോകത്താണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, ചെറുപ്രായത്തിൽ തന്നെ അവരെ ആധ്യാത്മികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചും അവരെ ലോകത്തിന്റെ നടുവിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചും അവരോട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നും ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യണമെന്നും അത് സമയോചിതമായി സന്ദർഭോചിതമായി എന്തെല്ലാം കാര്യങ്ങൾ എപ്പോൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നും മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ഒക്കെ പറഞ്ഞവരെ പഠിപ്പിച്ച് നല്ല മാതൃകാപരമായി ഒരു നല്ല തലമുറയെ, ഒരു ഭാവി കാലത്തെ വാർത്തെടുക്കുക എന്നുള്ള പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. യോഗന്നാൻ പറഞ്ഞതുപോലെ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നതിനപ്പുറം എനിക്കൊരു സന്തോഷം വേറെ ഇല്ല. ഇവിടെ ലോകത്തിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ വെട്ടി പിടിച്ചടക്കിയില്ല, അതൊന്നുമല്ല വിഷയം. നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവരെ നോക്കിക്കണ്ട് നല്ലൊരു പൈതൽ എന്ന് പറയുന്നത് കേൾക്കാൻ, അവരെ നല്ലതുപോലെ പഠിപ്പിക്കണം, നല്ലതുപോലെ വളർത്തിയെടുക്കണം. അതാണ് വേണ്ടത്. ഞങ്ങളുടെ അടുത്തൊരു പെൺകുട്ടി ഇപ്പോൾ 10ാം ക്ലാസ്സിൽ, ആ കൊച്ചിന് 10 A+ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നവരൊക്കെ കുഞ്ഞ് നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞ, അതുകൊണ്ടായാലും കിട്ടിയത് എന്നൊന്നുമല്ല പറഞ്ഞത്. ആ കൊച്ചിന്റെ പിതാവും സാമാന്യ വിദ്യാഭ്യാസമുള്ളവരും നല്ലതുപോലെ പഠിക്കുന്നതും അതുപോലെ കുഞ്ഞുങ്ങളെ അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പിതാവെന്നാണ് സമൂഹം പറഞ്ഞത്. ആ കൊച്ചു പഠിച്ചു എന്നല്ല പറഞ്ഞത്, ആ പിതാവിനെ പറ്റി അവിടെ പറഞ്ഞത്. ആ പിതാവ് കൊള്ളാം, നല്ലപോലെ പഠിക്കുന്ന ഒരാളായിരുന്നു, നല്ലപോലെ പഠിക്കുമായിരുന്നു, തന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പഠിപ്പിക്കാൻ ഉത്സാഹമായിരുന്നു എന്ന് ആ പിതാവിനെയാണ് അവിടെ ആൾക്കാർ സമൂഹത്തിൽ വാഴ്ത്തിയത്. അപ്പൊ ആ പിതാവ് കാണിച്ചു കൊടുത്ത മാതൃകയല്ലേ അങ്ങനെ ഒരു നല്ല പേരിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് ആധ്യാത്മികമായ ജീവിതത്തിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം. മറ്റ് ഈ ലോകപരമായ ജീവിതത്തിന്റെ കാര്യങ്ങൾ നമുക്കറിയാം, ആകർദാത്തതും ആകുന്നതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ സുഖദുഃഖ സമ്മിശ്രമാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും അല്ലലുകളും എന്തൊക്കെ അവരെ തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയാണ് മാതാപിതാക്കൾ അധ്വാനിച്ചുകൊണ്ട് വരുന്നതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ അവരെ നല്ല വൈദ്യകളാക്കി നല്ലൊരു മനുഷ്യനാക്കി തീർക്കണം. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള സമയം വേഗത്തിൽ നിർത്താം. ഞാൻ ഞങ്ങളുടെ ജംഗ്ഷൻ അവിടെ നിൽക്കുമ്പോൾ നമ്മെ പ്രായാധിക്യം വന്നൊരു വാത്സല്യ പിതാവ് ഇങ്ങനെ കയ്യിൽ നെറ്റിൽ വെച്ച് നടന്നു വന്നു. എന്റെ അരികിലിട്ട് വന്ന് എന്റെ മുഖത്തോട്ട് അടുത്ത് കൊണ്ടുവച്ച് അദ്ദേഹം തന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എന്നെ നോക്കുന്നത് ചോദിച്ചപ്പോൾ ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ആ മനുഷ്യനാണോ? അല്ല, ആ മനുഷ്യനല്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുകയാണ്. പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഏതോ
തന്റെ ഹൃദയത്തിൽ മാനസികമായിട്ടുള്ള ചിന്തയാണെന്ന് എന്തൊന്നും അറിയില്ല. പക്ഷേ താൻ പറഞ്ഞ് ഞാനൊരു മനുഷ്യനെ തേടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി സമൂഹത്തെ വാർത്തെടുക്കുന്ന, സമൂഹത്തെ ഉന്നമനത്തിന് വേണ്ടി, സമൂഹത്തെ അധപ്പതനത്തിൽ നിന്ന് വാർത്തെടുത്ത് ഉയർത്തുകൊണ്ടുവരുന്ന സാമൂഹിക മര്യാദകൾ, നീതിയും അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനൊത്തവണ്ണം നീതിയുക്തമായി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായി തീരുവാൻ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക. മാതാപിതാക്കളെ അവരെ കളയരുത്, വിട്ടുകളയരുത്. അവരെ വാർത്തെടുത്ത് സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം ഉന്നതനം ഉയർന്നിരിക്കുന്ന ഒരു ശാശ്വതാസി ഭൂരാജാക്കന്മാർക്ക് അധിപതിയും അണ്ടകടാകങ്ങൾ നിർമ്മിച്ചറിവുണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ട് സകല പ്രപഞ്ച മണ്ഡലങ്ങളെയും നിർമ്മിച്ചവനാകുന്ന സർവശക്തനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ സഹായിക്കട്ടെ എന്നുള്ള നല്ല ആശംസകളോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ പ്രസ്ഥാനത്തിനും ഇതിന് ചുമൽ കൊടുക്കുന്ന കർത്തദാസന്മാർ, പ്രിയ ജോസ് പാസ്റ്ററിന്റെ കുടുംബം, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സംസാരിച്ച കർത്താവിന്റെ പ്രിയദാസന് നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമയം ഒരുപാട് കടന്നു പോയത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച്